Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റൊട്ടേറ്റ് ടൂളിനെയും സ്കെയിൽ ടൂളിനെ കുറിച്ചിട്ടാണ്. മൂവ്, റൊട്ടേറ്റ്, സ്കെയില്. മൂവിൻ്റെ ഷോർട്ട് കീ W, റൊട്ടേറ്റിൻ്റെ ഷോർട്ട് കീ E, സ്കെയിലിൻ്റെ ഷോർട്ട് കീ R. ഇത് മൂന്നും കീബോർഡിൽ ലെഫ്റ്റ് സൈഡിൽ തൊട്ടടുത്താണ് ഈ WER. നമുക്ക് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാം. ഈ മൂന്ന് സ്വിച്ചുകൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരെ എഡിറ്റിൽ പോവുക, ജസ്റ്റ് എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ മൂവ്, റൊട്ടേറ്റ്, സ്കെയില് ഈ മൂന്ന് ഓപ്ഷൻസും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അതിനായി ഞാൻ ആദ്യം ഒരു ബോക്സ് ഇവിടെ വരയ്ക്കുകയാണ്. ബോക്സ് വരച്ചു. ആ ഒരു വ്യൂ പോർട്ട് മാത്രം സെപ്പറേറ്റ് ഞാൻ വലുതാക്കി ടോഗിൾ ചെയ്തു. ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൊട്ടേറ്റിന് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയും ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് കീ ഈ ജസ്റ്റ് അമർത്തുക. അതിനുശേഷം നമുക്ക് ഇവിടെ ആംഗിൾ, എക്സിന്റെ ആംഗിൾ എത്ര ഡിഗ്രിയിലാണ് എക്സ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യേണ്ടത്, വൈ ആക്സിസിൽ എത്രയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, സെഡ് ആക്സിസിൽ എത്രയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കാണാം. ഇനി നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ പോയി ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എവിടെയാണ് 45 ഡിഗ്രി അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ 0 ആയി മാറി കിട്ടും. ഇപ്പം എക്സാക്റ്റ് അല്ലാതെ 0 ആണ്. നമുക്കിത് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് കറക്റ്റ് എക്സാക്റ്റ് ഈ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ ജസ്റ്റ് W പ്രസ് ചെയ്യുക. എന്നിട്ട് എക്സ് വൈ സെഡ് എല്ലാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് എക്സാക്റ്റ് ഈ പൊസിഷനിലായിരിക്കും, ഒറിജിനൽ ആയിരിക്കും. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റിന്റെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ റൊട്ടേറ്റിൽ ഈ ഒരു ഓപ്ഷൻ കിട്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വരുന്നതാണ്. അപ്പോൾ എക്സിന് എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അത് 45 അടിച്ചു കൊടുത്താൽ എക്സിൽ റൊട്ടേറ്റ് ആയിട്ടുണ്ടാവും. ഇനി വൈയിൽ ഒരു 45 അടിച്ചു കൊടുത്താൽ വൈയിൽ റൊട്ടേറ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ? എക്സ്റ്റെൻഡ് ഓൾ എന്നടിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാ വ്യൂവും കറക്റ്റ് ആയിട്ട് കാണാം. നമ്മൾ ഗ്രാഫിക്സിൽ പഠിക്കുമ്പോൾ 45 ഡിഗ്രി എക്സ് ആക്സിസിലും 45 ഡിഗ്രി വൈ ആക്സിസിലും ഉണ്ടായ ഓരോ വ്യൂ കണ്ട, ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് വ്യൂ, അതെങ്ങനെയാണെന്ന് കാണിക്കുന്നത്. ഇനി നമുക്ക് സെഡ് ആക്സിസിലും കൂടി 45 അടിച്ചു കൊടുത്താൽ എന്താണോ നോക്കി കണ്ടോ, സെഡ് ആക്സിസിലും കൂടി 45 അടിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എക്സാക്ട് പൊസിഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചു കൊടുത്താൽ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിലേക്ക് എത്തും. ഇനി നമുക്കിവിടെ ഒരു സ്പെസിഫിക് ആംഗിളിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് സെറ്റിംഗ് ഉണ്ട്. അതിനിവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആംഗിൾ സ്നാപ്പ് ടോഗിൾ, അതിന് ഷോർട്ട് കീ ആണ്. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്ര ഡിഗ്രി, ഇവിടെ ഓൾറെഡി 5 ഡിഗ്രി വെച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ഈ ആക്സിസ് വെച്ച് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, ഈ ആക്സിസ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 5 ഡിഗ്രി വെച്ചിട്ടാണ് റൊട്ടേറ്റ് ആവുന്നത്. കണ്ടോ, ഇവിടെ കൂടുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ്. എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം, വൈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം, സെഡ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും ഒറിജിനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു. അതായത് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യാം. ഇതിപ്പോൾ സെഡ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സെഡ് ആക്സിസിനെ ബേസ് ഇതായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി വൈ ആക്സിസ്, ഇത് വൈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും 5ന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ടാണ് കൂടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ എത്ര മൾട്ടിപ്പിൾ വെച്ചിട്ടാണ് കൂടുന്നു. കണ്ട, 50, 25, 30, 35. അത് മാറ്റണമെങ്കിൽ എന്നടിച്ചത് ആണ് ഇത് ഓൺ ആക്കാനുള്ളത്, ആംഗിൾ സ്നാപ്പ് ടൂൾ. അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം 5ന്റെ അവിടെ നിങ്ങൾക്ക് 90 ഡിഗ്രി വെച്ചിട്ടാണ്, അല്ലാത്ത 90 ഡിഗ്രി പെർപെൻഡിക്കുലർ മാത്രമായിട്ടാണെങ്കിൽ 90 ഡിഗ്രി മാത്രം കൊടുത്താൽ മതി. 45 വെച്ചിട്ടാണെങ്കിൽ 45 അടിച്ചു കൊടുക്കുക. ഓക്കെ കൊടുക്കുക. നമ്മൾ മൂന്നും ആദ്യത്തെ പൊസിഷനിലേക്ക് എത്തുകയാണ്, ഒറിജിനിലേക്ക്. ഇനി നമ്മൾ മൂവ് ചെയ്യണം വിചാരിക്കുക. എക്സ് ആക്സിസ് വെച്ചിട്ടോ വൈ ആക്സിസ് വെച്ചിട്ടോ. കണ്ടോ, ഇപ്പൊ 45, 90, 45ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ സ്പെസിഫിക് ആംഗിൾ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ആംഗിൾ മാറ്റി കൊടുക്കുക, എത്ര വെച്ചിട്ടാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ.
ഇനി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോപ്പി കിട്ടണമെങ്കിൽ, അതായത് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കോപ്പി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക, ലൈക്ക് മൂവ് ടൂൾ. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഏത് ആക്സിസിലാണോ വേണ്ടത് അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരും, അതിൽ എത്ര എണ്ണമാണോ വേണ്ടത്, കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ്, മൂവ് ടൂളിൽ പറഞ്ഞ പോലെ എത്ര എണ്ണമാണോ വേണ്ടത് അതടിച്ചു കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കോപ്പിയാണ് വേണ്ടത്, ഇപ്പൊ 2 എണ്ണമാണ് വേണ്ടെങ്കിൽ 2 എണ്ണം അടിച്ചു കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പൊ കണ്ട, അതല്ലാണ്ട് ഇപ്പൊ 3 എണ്ണം വന്നിട്ടുണ്ടാവും ഒന്ന് ആദ്യക്കുള്ളത്. പിന്നെ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച്, അത് സാധാരണ മൂവ് ടൂളിൽ പറഞ്ഞ പോലെ അങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്കെയിൽ ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. സ്കെയിലിന്റെ ഷോർട്ട് കീ ഈ R ആണ്. അഥവാ ഇവിടെ പോയിട്ട് കൊടുക്കാം. സ്കെയിൽ 3 ടൈപ്പ് സ്കെയിൽ ഉണ്ട്. ജസ്റ്റ് അവിടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ 3 ഓപ്ഷൻ വരുന്നത് കാണാം. അതിലിപ്പോൾ ഉള്ള ഓപ്ഷനാണ് സെലക്ട് ആൻഡ് യൂണിഫോം സ്കെയിൽ. ഓൾട്ട് W പ്രസ് ചെയ്ത് ഞാൻ ആ ഒരു വ്യൂ പോർട്ട് വലുതാക്കി. നിങ്ങൾക്ക് സെറ്റ് ആക്സിസിൽ മാത്രമാണ് സ്കെയിൽ ഉണ്ടെങ്കിൽ കണ്ട, സെറ്റ് ആക്സിന്റെ അവിടെ മൗസ് കൊണ്ടുപോകുമ്പോൾ ഒരു യെല്ലോ കളർ വരുന്നത് കാണാം. അപ്പൊ ആ കളർ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അതേപോലെ വൈ ആക്സിസിന് മാത്രമാണെങ്കിൽ വൈൻ്റെ അവിടെ വരുമ്പോൾ ഒരു യെല്ലോ കളർ വരുന്നത് കാണാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. അപ്പോൾ വൈ ആക്സിസിനെ ആസ്പദമായിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. ഇനി എക്സ് ആക്സിസിനാണെങ്കിൽ എക്സ് ആക്സിന്റെ അവിടെ വരുമ്പോൾ ഒരു യെല്ലോ കളർ വരാം. അപ്പൊ എക്സിന്റെ ഡയറക്ഷൻ മൂവ് ചെയ്യാം. ഇനി എക്സും വൈ ഒരുമിച്ച് മൂവ് ചെയ്യണമെങ്കിൽ എക്സിന്റെ വൈൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ യെല്ലോ കളർ വരുന്നതാണ്. അപ്പൊ എക്സും വൈ ഒരുമിച്ച് മൂവ്. എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ഡയമെൻഷൻ സ്കെയിൽ ആവുന്ന കാണാം. അതേപോലെ സെഡും എക്സിന്റെ ഇടയിൽ വരുമ്പോൾ ഒരു യെല്ലോ കളർ പോകും. അപ്പൊ സെഡ് ആക്സിസിലും എക്സ് ആക്സിസിലും മൂവ് ചെയ്യാം. അത് സിമിലർലി സെഡിന്റെയും വൈൻ്റെ ഇടയിൽ വരുമ്പോൾ സെഡും വൈ ഒരുമിച്ച് മൂവ് ചെയ്യാം. ഇനി 3 ആക്സിസും സൈമൾട്ടേനിയസ്ലി മൂവ് ചെയ്യണമെങ്കിൽ സെൻട്രൽ കൊണ്ടുപോകുക. എന്നിട്ട് മൂവ് ചെയ്യുമ്പോൾ 3 ഒരുമിച്ച് മൂവ് ചെയ്യും. ഇനി ഇത് തന്നെ നമുക്ക് ഇവിടെ വാല്യൂ ടൈപ്പ് ചെയ്ത് മൂവ് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഞാൻ 100 100 അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എക്സ് വൈ സെഡ്, കാരണം ഇവിടെ യൂണിഫോം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് മാത്രം മൂവ് ചെയ്യുമ്പോൾ വൈയും സെഡും ഓട്ടോമാറ്റിക്കലി 100 ആവുന്നത്. അപ്പോൾ 150 അടിച്ചു കൊടുത്ത് വരിക. 150 അടിച്ചു കൊടുക്കുമ്പോൾ എക്സ് 150, വൈ 150, സെഡ് 150. ഇതാണ് യൂണിഫോം സ്കെയിൽ. നമുക്ക് യൂണിഫോം സ്കെയിൽ മാറ്റി സെലക്ട് ആൻഡ് നൺ യൂണിഫോം സ്കെയിൽ, അതായത് ഇവിടെയും നമുക്ക് ഇവിടെ ഓപ്ഷൻസ് സെയിം ആണ്. അതായത് സെഡ് മാത്രം മൂവ് ചെയ്യണമെങ്കിൽ സെഡ്, വൈ മാത്രം മൂവ് ചെയ്യണമെങ്കിൽ വൈ. പക്ഷെ ഇവിടെ നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ എക്സ് മാത്രം മാറ്റിയിട്ട് ഞാനിപ്പോൾ എക്സ് 50 അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ എക്സ് മാത്രമാണ് 50 ആവുന്നത്, വൈയും സെഡും മാറുന്നില്ല. യൂണിഫോം സ്കെയിലിൽ വൈയും സെഡും ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ എക്സിന് ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റിയാൽ മതി. അതേപോലെ ആയിരിക്കും എല്ലാത്തിനും യൂണിഫോം സ്കെയിൽ മാറുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതാണ് ഈ ഇതിന്റെ ഓപ്ഷൻ, നൺ യൂണിഫോം സ്കെയിൽ. നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കാണിക്കാൻ ഞാനൊരു ടീ പോട്ട് എടുക്കുകയാണ്. ടീ പോട്ട് എടുത്ത് വരച്ചു. ഇപ്പൊ ഈ ഒരു ടീ പോട്ടിൽ ഇപ്പൊ 2 ലിറ്റർ ചായയാണ് കൊള്ളുന്നതായിരിക്കും വോളിയം. അപ്പൊ ആ വോളിയം മാറാണ്ട് തന്നെ സ്കെയിൽ ചെയ്യണതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞ നെയിം സെലക്ട് ആൻഡ് സ്ക്വാഷ് എന്നാണ് അതിന്റെ നെയിം. അതായത് ഇപ്പൊ ഞാൻ ഇത് സ്കെയിൽ ചെയ്യാണ് വിചാരിക്കുക. അപ്പൊ അതിന്റെ 3 ഡയമെൻഷനും വോളിയം മാറാത്ത തരത്തിൽ, അതായത് അതിലുള്ള വോളിയം അതേപോലെ ഉള്ളു. ആ വോളിയം മാറാണ്ട് വോളിയം മാറാത്ത രീതിയിൽ സ്കെയിൽ ചെയ്യുന്ന പരിപാടിയാണ് സ്ക്വാഷ്. ഇതാണ് സ്കെയിൽ. ഇത് തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് സ്കെയിലിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക്, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്കെയിലിന്റെ ഈ ഓപ്ഷൻ എടുത്ത് അവിടെ നിങ്ങൾക്ക് എക്സ് വൈ സെഡ് വാല്യൂ മാറ്റം വരുത്തി അങ്ങനെയും സ്കെയിൽ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മൂവ് റൊട്ടേറ്റ് പോലെ സ്കെയിൽ ചെയ്യുമ്പോഴും കോപ്പി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം സ്കെയിൽ ചെയ്യുക. എന്നിട്ട് എത്രയാണോ കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ് അതിലേതാണോ വേണ്ടത്, അതേപോലെ നമ്പർ ഓഫ് കോപ്പീസ് എത്രയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഓക്കെ കൊടുത്താൽ അതിനനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. Thank you for watching.